നമസ്കാരം. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാജിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അപ്രതീക്ഷിതമായിട്ടാണ് രാജിയെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിലെത്തിയ അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ പദവിയിൽ മതിയായ സമയം ചെലവഴിച്ചുവെന്നും പദവി ഒഴിയുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജി. രാജിയുടെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. തമിഴ്നാട് ഗവർണറായ RN രവി ബംഗാളിന്റെ പുതിയ ഗവർണറാകും. 2022 നവംബറിലാണ് മലയാളിയായ CV ആനന്ദബോസിനെ പശ്ചിമ ബംഗാൾ ഗവർണറായി കേന്ദ്ര സർക്കാർ നിയമിച്ചത്. ബംഗാൾ സർക്കാരുമായിട്ടുള്ള നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കോട്ടയം സ്വദേശിയാണ് CV ആനന്ദബോസ്. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമാണ്. അതേസമയം ഗവർണറെ സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിച്ചതാണെന്നും രാജി ഞെട്ടിച്ചെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ രാജിയുടെ പിന്നിലെ കാരണങ്ങൾ നിലവിൽ എനിക്ക് അജ്ഞാതമാണ്. എങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഗവർണർക്ക് മേൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല എന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ മമത പറഞ്ഞു. ശ്രീ RN രവിയെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിക്കുന്ന വിവരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നെ അറിയിച്ചു. ഇത്തരം കാര്യങ്ങളിൽ നിലനിൽക്കുന്ന കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് അദ്ദേഹം എന്നോട് കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള നടപടികൾ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തെ തകർക്കുന്നതും നമ്മുടെ ഫെഡറൽ ഘടനയുടെ അടിത്തറയെ തന്നെ ബാധിക്കുന്നതുമാണ്. സഹകരണ അടിസ്ഥാനത്തിലുള്ള ഫെഡറലിസത്തിന്റെ തത്വങ്ങളെ കേന്ദ്രം ബഹുമാനിക്കണം. ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളെയും സംസ്ഥാനങ്ങളുടെ അന്തസ്സിനെയും തകർക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്നും അവർ കൂട്ടിച്ചേർത്തു. 1977 ബാച്ചിലെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്നു CV ആനന്ദബോസ്. കേരളത്തിൽ ജില്ലാ കളക്ടർ, ചീഫ് സെക്രട്ടറി റാങ്ക് തുടങ്ങി വിവിധ പദവികൾ വഹിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഹാബിറ്റാറ്റ് വിഭാഗത്തിൽ പാർപ്പിട വിദഗ്ധ സമിതി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന PK വാസുദേവൻ നായരുടെയും പത്മാവതി അമ്മയുടെയും മകനായി 1981 ജനുവരി 2 കോട്ടയത്താണ് അദ്ദേഹം ജനിച്ചത്. കോട്ടയം സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ബിറ്റ്സ് പിലാനിയിൽ നിന്ന് PhDയും കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ കളക്ടറും വിവിധ സ്ഥാപനങ്ങളുടെ മേധാവിയുമായി സേവനമനുഷ്ഠിച്ചു. ചീഫ് സെക്രട്ടറി റാങ്കിൽ കേന്ദ്ര സെക്രട്ടറിയായിട്ടാണ് വിരമിച്ചത്. UPA ഭരണകാലത്ത് NAFED MD, നാളികേര വികസന ബോർഡ് ചെയർമാൻ, സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ, റെയിൽ സൈഡ് വെയർഹൌസിംഗ് കമ്പനി ചെയർമാൻ, നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് ചാൻസലർ, കേന്ദ്ര കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സെക്രട്ടറി, വിവിധ മന്ത്രാലയങ്ങളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ ഒട്ടേറെ പദവികൾ അദ്ദേഹം വഹിച്ചിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അദ്ദേഹം BJPയിൽ ചേരുന്നത്. പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന BJP പൊതുസമ്മേളനത്തിൽ അന്ന് പാർട്ടി ദേശീയ അധ്യക്ഷനായിരുന്ന അമിത് ഷായിൽ നിന്നാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെന്ന് പേരെടുത്ത ബോസ് പ്രധാനമന്ത്രിയുടെ വികസന അജണ്ട നടപ്പിലാക്കാനുള്ള വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാനായിരുന്നു. കോവിഡ് കാലത്ത് കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച ഏകാംഗ കമ്മീഷനായിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 45-ലേറെ പുസ്തകങ്ങളും നിരവധി ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭാര്യ ലക്ഷ്മി, വസുദേവ ബോസ്, പരേതിയായി നന്ദിനി ബോസ് എന്നിവരാണ് മക്കൾ.